ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ബേസിക് സിഗ്നൽസ് ആണ്. സോ ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഓക്കെ, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡെൽറ്റ ഓഫ് ടി. ഓക്കെ, ഡെൽറ്റ ഓഫ് ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് it is defined as delta of t is equal to 1 for t is equal to 0 and 0 for t not equal to 0. and നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഇത് കണ്ടപ്പോൾ പറഞ്ഞതാണ് ഈ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് എന്താണ് ഇൻ്റഗ്രേഷൻ ആണ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ആൻഡ് നോട്ട് ദ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ. ഓക്കെ, ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ടി ആണ്, ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇനി നമ്മൾ ഡെൽറ്റ ഓഫ് ടിയുടെ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്. അതായത് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ ഇൻറ്റു ഡെൽറ്റ എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി എന്നതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡെൽറ്റ ടിക്ക് വാല്യൂ ടി ഈസ് ഈക്വൽ ടു സീറോയിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. ഹെൻസ് നമുക്ക് എഴുതാം എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി. അതായത് സീറോയിലുള്ള വാല്യൂ എന്താണോ അത് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എക്സ് ഓഫ് സീറോ ഇൻറ്റു ഡെൽറ്റ ഓഫ് ടിനോട് ഇത് ഈക്വൽ ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അത് കൊടുക്കുമ്പം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പം ഡെൽറ്റ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്നുള്ള ഒരു ഫോമിലായിരിക്കും ഇതിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു സീറോ ഡി ടി. ഓക്കെ, ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു സീറോ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ. ഇനി ഡെൽറ്റ ഓഫ് ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അതെന്ന് പറയുന്നതാണ് ഏരിയ ആണ് ഞാൻ 1 എന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദെയർഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എന്ത് ഡെൽറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 1. സോ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് step function and unit step function is given by എങ്ങനെയാണ് u of t and it is defined as is equal to 1 for t greater than or equal to 0 and 0 for t less than 0. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണെന്ന്. ഓക്കെ, ഇവിടെ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യു ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണ്. ഓക്കെ, ആൻഡ് യു ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു സീറോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി പ്ലസ് 0 ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആണല്ലോ. സോ ഈ ടേം എന്ന് പറയുന്നത് 0 ആയി പോവും. which is equal to എന്ത് കിട്ടും? ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ മൈനസ് എസ് കോൺസ്റ്റൻറ്റ് വരും 0 ടു ഇൻഫിനിറ്റി.
okay, which is equal to e raised to minus infinity minus e raised to 0 by minus s. E raised to minus infinity is equal to 0. e raised to infinity is equal to infinity. ഓക്കെ, ഈ ഒരു ഫോർമുല ഓർക്കണം. സോ എപ്പോഴും e raised to മൈനസ് ഇൻഫിനിറ്റി വരുന്നത് പോലെ മൈനസ് എപ്പോഴും വെളിയിൽ കാണണം നമുക്ക്. ഓക്കെ, 0 മൈനസ് e raised to 0 എന്ന് പറയുന്ന 1 ഡിവൈഡഡ് ബൈ മൈനസ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ എസ്. therefore ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത് 1 ബൈ എസ് ആണ്. യൂണിറ്റ് ഇമ്പൾസ് ഫങ്ഷൻ എന്ന് പറയുന്ന 1. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ എസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ ആണ്. എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ഓക്കെ, ഇതാണ് എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ഓക്കെ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. That is x of s is equal to integral minus infinity to infinity x of t e raised to minus st dt. Okay, which is equal to, ഇവിടെ u of t ഉണ്ട്. u of t എവിടം തൊട്ട് എവിടം വരെ മാത്രമേ ഉള്ളൂ? 0 to infinity ഉള്ളൂ. സോ ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് 0 to infinity എന്ന് എഴുതാം. u of tയുടെ വാല്യൂ ആ സമയത്ത് 1 ആണ്. ഓക്കെ, സോ e raised to minus 80 into 1 into e raised to minus st dt. Okay, which is equal to integral 0 to infinity മൈനസ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, ടിയും കോമൺ ഉണ്ട്. സോ മൈനസ് എസ് പ്ലസ് എ ടി ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും it is equal to e raised to minus s plus at divided by minus s plus a. Okay, ലിമിറ്റ് 0 to infinity അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to minus infinity minus e raised to 0 divided by minus s plus a. മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു 0 ആണ്. e raised to 0 എന്ന് പറയുന്ന 1 ആണ്. മൈനസ് എസ് പ്ലസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് എ. ഓക്കെ, സോ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1 ബൈ എസ് പ്ലസ് എ. e raised to മൈനസ് എ വന്നപ്പം ഇവിടെ പ്ലസ് എ ആണ് വന്നത്. ഓക്കെ, ഇനി എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ that is x of t is equal to e raised to at u of t ആണെങ്കിൽ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് കിട്ടും? x of s is equal to integral minus infinity to infinity x of t e raised to minus st dt. ഓക്കെ, u of t വന്നതുകൊണ്ട് ഇവിടുത്തെ കൂട്ട് തന്നെ നമ്മൾ 0 to infinity 0 to infinity e raised to at into 1 into e raised to minus st dt അങ്ങനെ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity. ഞാൻ പറഞ്ഞു മൈനസ് വെളി വരുന്നത് പോലെ എഴുതണം. സോ മൈനസ് ഓഫ് എസ് മൈനസ് എ ടി ഡി ടി ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്ത് കിട്ടും? e raised to minus s minus a t divided by minus of s minus a 0 to infinity which is equal to e raised to minus infinity minus e raised to 0 by minus of s minus a. Okay, അപ്പം 0 minus 1 by minus of s minus a
which is equal to 1 by s minus a. Okay, so e raised to minus at വന്നപ്പോൾ 1 by s plus a ആയിരുന്നു. e raised to at വന്നപ്പോൾ 1 by s minus a ആയി. ഓക്കെ ആണല്ലോ. സോ ഇതാണ് എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് ഫംഗ്ഷനും എക്സ്പോണൻഷ്യലി ഡിക്കേയിങ് ഫംഗ്ഷൻ്റെയും എന്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു യൂണിറ്റ് റാമ്പ് ഫംഗ്ഷനാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, സോ ഈ ഒരു കേസിൽ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു യു ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, യു ഓഫ് ടി വന്നതുകൊണ്ട് നമ്മൾ 0 ടു ഇൻഫിനിറ്റി ആക്കും. ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, സോ ഇവിടെ ഇൻ്റഗ്രൽ ചെയ്യാനാണെങ്കിൽ ടിയും ഉണ്ട്, ഇവിടെയും ഇ റേസ് ടു മൈനസ് എസ് ടി. സോ ഇൻ്റഗ്രൽ യു വി ഫോം എടുക്കുക. അതായത് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, സോ എടുക്കുമ്പം ടി ഇൻറ്റു യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി, ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഓക്കെ, ഇനി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ടി, അതായത് ഈ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഓക്കെ, ഡി ടി വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി മൈനസ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയർ 0 ടു ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേം ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടാമത്തെ ടേം 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്ന് വരും. സോ ഈ ടേം ചെയ്ത് വരുമ്പോൾ 0 തന്നെ വരും. ഓക്കെ, ഇനി ഈ ഒരു ടേമേ ഉള്ളൂ. ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയറിനെ വരത്തുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 0 മൈനസ് 1 ബൈ, ഇവിടെ ഒരു മൈനസും ഉണ്ട് വെളിയിൽ, ആ മൈനസാണിത്. ഓക്കെ, മൈനസ് ഓഫ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. ഇവിടുത്തെ ഈ മൈനസ് ഇവിടെ ഉണ്ട്, അതും കൂടെ വരുമ്പോൾ 1 ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. സോ ടി ഇൻറ്റു യു ഓഫ് ടിയുടെ റാമ്പ് സിഗ്നലിൻ്റെ, ഇറ്റ് ഈസ് എ റാമ്പ് സിഗ്നൽ. റാമ്പ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ബൈ എസ് സ്ക്വയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ 0 ടി യു ഓഫ് ടി. ഓക്കെ, സൈൻ ഒമേഗ 0 ടി യു ഓഫ് ടി. എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു യു ഓഫ് ടി വന്നതുകൊണ്ട് 0 ടു ഇൻഫിനിറ്റിയെ വരത്തുള്ളൂ. ഓക്കെ, സൈൻ ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇനി സൈൻ ഒമേഗ 0 ടീനെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ടു ഇൻഫിനിറ്റി 1 ബൈ 2j ഞാൻ വെളിയിലെടുക്കുകയാണ്. ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇനി
ഇതിനെ ഞാൻ അകത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് 1/2j ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ഇതൊരു ടേം e റേസ് ടു ജെ തീറ്റ ഇൻറ്റു e റേസ് ടു മൈനസ് എസ് ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് ജെ തീറ്റ ഇൻറ്റു e റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2j ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. ഇവിടെ തീറ്റയ്ക്ക് പകരം ω0t എന്നാണ് കിടക്കുന്നത്. സോ എനിക്കിവിടെ തീറ്റയ്ക്ക് പകരം j⍵0t, ഇവിടെ j⍵0t എന്നാക്കാം. ഓക്കെ, ഇവിടെ ω0t ആണ്, നമ്മൾ j തീറ്റ എന്ന് എഴുതിയത്. സോ ω0t ആണ്. ഓക്കെ, സോ ഇൻ്റഗ്രൽ e റേസ് ടു, ഞാൻ പറഞ്ഞു മൈനസ് വെളിയിലെടുക്കണം. ഓക്കെ, മൈനസ് എന്ത് വരും? എസ് മൈനസ് j⍵0 ഇൻറ്റു ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എസ് പ്ലസ് j⍵0 ടി ഡി ടി. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2j ഇൻറ്റു ചെയ്യുമ്പം e റേസ് ടു മൈനസ് എസ് മൈനസ് j⍵0 ടി ബൈ മൈനസ് എസ് മൈനസ് j⍵0 മൈനസ് ഇൻ്റഗ്രൽ e റേസ് ടു മൈനസ് എസ് പ്ലസ് j⍵0 ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് j⍵0 എന്ന് കിട്ടും. 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, മുമ്പത്തെ റിസൾട്ട് അതുപോലെ തന്നെ എടുത്താലും മതി. സോ 1/2j ഇൻറ്റു ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/s മൈനസ് j⍵0 മൈനസ് 1/s പ്ലസ് j⍵0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2j. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ഇതും അത് ഫോമിലാണ്. ഇനി ജെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, -1 ആണ്. അതുകൊണ്ട് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ω0 സ്ക്വയർ എന്ന് പറയും. ഓക്കെ, ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, ഇനി ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടും വരും, ഇത് ഇങ്ങോട്ടും വരും. സോ എസ് പ്ലസ് j⍵0 മൈനസ് എസ് മൈനസ് ജെ പ്ലസ് j⍵0 എന്ന് വരും ന്യൂമറേറ്റർ. സോ എസും എസും ക്യാൻസൽ ആകും. j⍵0 2j⍵0 എന്ന് വരും. ഓക്കെ, 1/2j ഇൻറ്റു 2j⍵0 ബൈ എ സ്ക്വയർ പ്ലസ് ω0 സ്ക്വയർ. ω0 ബൈ എ സ്ക്വയർ പ്ലസ് ω0 സ്ക്വയർ എന്ന് കിട്ടും. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സൈൻ ω0t യു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ω0 ബൈ എ സ്ക്വയർ പ്ലസ് ω സ്ക്വയർ. സൈൻ 80 ആയിരുന്നെങ്കിൽ എ ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ω0t u of t. Okay, so cos theta is equal to e raised to j theta plus e raised to minus j theta by 2 ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം എക്സ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്
ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി യു ഓഫ് ടി വന്നുകൊണ്ട് 0 to ഇൻഫിനിറ്റി 1/2 വെളിയിലെടുത്തു. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുമ്പോൾ യു ഓഫ് ടി എന്തുകൊണ്ട് 1 ആയി 0 to ഇൻഫിനിറ്റി എടുത്തു അതെല്ലാം നമ്മൾ പറയണം. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കുവാണ്. 1/2 e raised to j omega 0 t plus e raised to minus j omega 0 t into e raised to minus st dt. ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പം 1/2 0 to ഇൻഫിനിറ്റി e raised to minus s minus j omega 0 t dt plus integral 0 to infinity e raised to minus s plus j omega 0 t dt എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്, e raised to minus 80യുടേത് 1/e raised to minus 80 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1/s plus a എന്നാണ്. ഓക്കെ, സോ s minus j0 plus 1/s plus j omega 0. Okay, which is equal to 1/2 into s plus j omega 0 plus s minus j omega 0 divided by a plus b into a minus b എന്ന് പറയുന്നത് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, മൈനസ് ജെ സ്ക്വയർ ഒമേഗ 0 സ്ക്വയർ, ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി ഈ ജെ ഒമേഗ 0യും ഈ ജെ ഒമേഗ 0യും കട്ട് ചെയ്യും. സോ 1/2 ഇൻറ്റു 2s ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ, 2ഉം 2ഉം ക്യാൻസൽ ആവും, നമുക്ക് കിട്ടും എസ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ 0 ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ കോസ് ഒമേഗ 0 ടി യു ഓഫ് ടിയുടേത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ, സൈൻ ഒമേഗ ടിയുടേത് ഒമേഗ 0 ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് പറയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/s. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി ഇസ് 1/s square. Laplace transform of e raised to minus 80 u of t is 1/s plus a. Laplace transform of e raised to 80 u of t is 1/s minus a. Laplace transform of sin omega 0 t u of t is omega 0 by s square plus omega 0 square. Laplace transform of cos omega 0 t u of t is s by s square plus omega 0 square. ഓക്കെ, ഡെൽറ്റ ഓഫ് ടിയുടേത് ലാപ്ലാസ് ട്രാൻസ്ഫോം 1, യു ഓഫ് ടിയുടേത് 1/s, ടി ഇൻറ്റു യു ഓഫ് ടിയുടേത് 1/s സ്ക്വയർ, e raised to minus 80 u of ടിയുടേത് 1/s plus a, e raised to 80 u of ടിയുടേത് 1/s minus a, sin omega 0 t u of ടിയുടേത് omega 0 by s square plus omega 0 square, cos omega 0 t u of ടിയുടേത് s by s square plus omega 0 square. ഓക്കെ, സോ ബേസിക് ആയിട്ട് ഇത്രയെങ്കിലും സിഗ്നൽസിൻ്റെത് നമ്മൾ പഠിച്ചു വെക്കണം.
ഓക്കെ. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അതുപോലെ തന്നെ റീജിയൻ ഓഫ് കൺവേർജൻസ്, ഓക്കെ, അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ്. ഓക്കെ, വീണ്ടും വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും.